الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ചിലരെ കുറിച്ച് ചിലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മെക്കുറിച്ചും നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ചിലർ ഖുതുബയുടെ തുടക്കത്തിൽ സ്ഥിരമായി എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അടക്കം ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും വാങ്ങാനും വായിക്കാനും മടിക്കുന്നത്? എന്തുകൊണ്ടാണ് മതപരമായ കാര്യങ്ങൾ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സൈലന്റ് ആയി പോകുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. വ്യക്തിപരമായും മറ്റും നമുക്ക് പലതും ഉണ്ടാവാം. അതിൽ ചിലത് ഞാൻ പറയാം. പലപ്പോഴും ഇങ്ങനെ നന്മയുടെ വാതിലുകൾ സ്വയം പ്രവേശിക്കാതെ സൈലന്റായി നിശബ്ദമായി പോകാൻ കാരണം കേട്ടാൽ അത് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നതാണ്. മറ്റൊന്ന്, ഈ പോക്കിന്, ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ അത് സാധ്യമാകാതെ പോകും എന്നതാണ്. ഒന്നുകൂടി കടന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും. ഇനി ഞാൻ ഇതിനൊക്കെ ഒന്നങ്ങോട്ട് പോയാൽ തിരിയാനും അറിയാനും സാധിക്കാത്ത വിധം ഹറാമുകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാകും. ഇങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പിശാച് മനുഷ്യരെ ദീനിന്റെ മേഖലകളിൽ നിന്ന് മെല്ലെ മെല്ലെ അകറ്റുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇക്കൂട്ടത്തിൽ ഉൾപ്പെടാതെ സ്വന്തത്തെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ജിഹാദാണ്. അതാണ് ജിഹാദുൽ നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. വിശ്വാസികളെ, യഥാർത്ഥത്തിൽ ദീന് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം
പിശാച് നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് വേണം നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് പറഞ്ഞത് ദീൻ എളുപ്പമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്. ദീന് അല്ലാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് ഉദ്ദേശിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇന്ന ദീന യുസ്ർ. മതം എളുപ്പമാണ്. ഒരാളുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സുന്ദരമായ ഒരു കാര്യമാണ്. ഇനി ആ മതത്തോട് വല യുശാദീന അഹദുൻ, ഒരാൾ ആ മതത്തിൽ അമിതത്വം കാണിച്ചാൽ, അതിൽ കുറച്ചുകൂടി കാഠിന്യം കാണിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇല്ല ഗലബഹു, ആ കാഠിന്യം അവനെ പരാജയപ്പെടുത്തും. പിന്നീട് മതമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് മതം എളുപ്പമാണ്. അതിൽ കൂടുതൽ കാർക്കശ്യതയാണ് നമുക്ക് ഇല്ലാതിരിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു, നിങ്ങൾ നേരെയുള്ള വഴിയും മധ്യമ മാർഗവും നിങ്ങൾ സ്വീകരിക്കുക. എന്താണത്? വസ്തഈനു ബിൽ അദ്വതി വറൗഹ വശൈഇൻ മിനൽ ദുൽജ. നിങ്ങൾ അല്ലാഹുവിനോട് രാവിലെയും വൈകുന്നേരവും രാത്രിയുടെ കുറച്ചു ഭാഗവും അല്ലാഹുവിനോട് സഹായം തേടുക. നിങ്ങൾ സന്തോഷിക്കുക എന്ന്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മാനസിക പിരിമുറുക്കത്തിനും അവന്റെ ജീവിതത്തിലെ ടെൻഷനുകൾക്കും പരിഹാരമായി അവന് ഏറ്റവും ലളിതമായി അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് മതപരമായ കർമ്മങ്ങളായി അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് പറഞ്ഞു വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മതം പറഞ്ഞ് വെറുപ്പിക്കുകയോ ഞെരുക്കമുണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പം ഉണ്ടാക്കുക, നിങ്ങൾ ഒരിക്കലും ഞെരുക്കം ഉണ്ടാക്കരുത്. വബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ഏതൊരാൾക്കും സന്തോഷം അറിയിക്കുന്ന ആളായി മാറുക, നിങ്ങൾ വെറുപ്പിക്കരുത്. അത് സ്വന്തത്തോടും തന്റെ കൂടെ ജീവിക്കുന്നവരോടും ഇതേ മാനദണ്ഡമാണ്. മതം പറഞ്ഞ് വെറുപ്പിക്കാനോ ഞെരുക്കം ഉണ്ടാക്കാനോ പാടില്ല. റഹ്മാനായ റബ്ബ് കഴിയാത്തതൊന്നും നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാത്ത ഒന്നും ചെയ്യാൻ നിർബന്ധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീൻ എളുപ്പമാണ്. അതിരുവിട്ടവരെ നിയന്ത്രിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ചെയ്തിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ ഉമ്മയുടെ അടുത്ത് 3 ആളുകൾ വന്നു. അവർ 3 പേരും ആദ്യം ചോദിച്ചത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതപരമായ ജീവിതം എന്ന്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടപ്പോൾ അവർ 3 പേരും ഒരുപോലെ പ്രതികരിച്ചു. അല്ലാഹുവിന്റെ റസൂല് പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയ അല്ലാഹു തെരഞ്ഞെടുത്ത സ്വർഗ അവകാശിയായ പ്രവാചകനാണ്. അതുപോലെ നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടി ഇക്കാര്യത്തിൽ വാശി കാണിക്കുന്നവർ ആകണമെന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇനിയുള്ള കാലം അത്രയും ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങണ പ്രശ്നമില്ല, രാത്രി മുഴുവൻ എഴുന്നേറ്റ് നമസ്കരിക്കും. രണ്ടാമത്തെ പറഞ്ഞു, ഞാൻ ഇനി നോമ്പെടുക്കാത്ത ദിവസം ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും. മൂന്നാമൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ വിവാഹം കഴിക്കില്ല, ആ വിവാഹം എന്റെ ഇബാദത്തുകൾക്ക് തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാതെ ദീനിയായി ജീവിക്കും.
റസൂലുള്ളാഹി അവിടേക്ക് വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ഈ വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, അവരെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഫഖാല അൻതും അല്ലദീന ഖുൽതും വകദ വകദ, നിങ്ങൾ ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി അവരെ ഉപദേശിച്ചു, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്നവൻ ഞാനാണ്. വഅത്ഖാകും ലഹു, ഏറ്റവും തഖ്വയോട് കൂടി ജീവിക്കുന്നവനും ഞാനാണ്. ലാകിന്നി അസ്സൂമു വഅഫ്തുറു, ഞാൻ നോമ്പനുഷ്ഠിക്കും, ഞാൻ നോമ്പ് ഉപേക്ഷിക്കും. വഉസല്ലി വഅർഖു, ഞാൻ നമസ്കരിക്കും, കിടന്നുറങ്ങും. വഅതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കും. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഈ സുന്നത്തുകളെ ആരാണോ വെറുക്കുന്നത് അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. എന്റെ കൂടെയാകാനല്ലേ നിങ്ങൾ പരിശ്രമിക്കുന്നത്, നിങ്ങൾ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാം. ഒരു മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും ഉൾക്കൊള്ളുവാനും ആശ്വാസവും സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും നൽകുന്നതാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഇബാദത്തും വിശ്വാസ കാര്യങ്ങളും ഒക്കെ. മറ്റൊരു സംഭവം കേൾക്കണോ സഹോദരങ്ങളെ? ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ സമയം കഴിഞ്ഞ് പള്ളിയിലെത്തിയപ്പോ, ദുഹറിനെ പ്രതീക്ഷിച്ചു വന്നപ്പോ അവിടെ വെയിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുകയും ആ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കുറിച്ച് ചോദിച്ചു. അപ്പോ സഹാബത്ത് പ്രതികരിച്ചു, അപ്പോ ഇസ്രായേൽ എന്ന മനുഷ്യനാണ്. എന്താണ് അയാള് പള്ളിയിലേക്ക് കയറിയത്? എന്താണ് അയാൾ ഇരിക്കാത്തത്? ഉടനെ സഹാബത്ത് പറഞ്ഞു, റസൂലേ, അയാൾ സൂര്യന് താഴെ വെയിലേൽക്കുമെന്നും തണലേൽക്കാതിരിക്കുമെന്നും സംസാരിക്കുകയില്ല എന്നും നോമ്പെടുക്കുമെന്നും അയാൾ നേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെയിലത്ത് കയറാത്തത്. അതാണ് അയാൾ തണുത്ത് നിൽക്കാത്തത്. അതുകൊണ്ടാണ് അയാൾ ഇരിക്കാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട്, ആ മനുഷ്യനോട് നിങ്ങൾ കൽപ്പിക്കുക, നീ ഇരിക്കണം, നീ നിഴലിലേക്ക് മാറണം, നീ ഇരിക്കുകയും ചെയ്യണം, നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്യണം എന്ന് ആ മനുഷ്യനോട് പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ആ വെയിലത്ത് നിന്ന് മാറി നിന്ന് ആ തണല് കൊണ്ട് അവിടെ ഇരുന്ന് ആ മനുഷ്യനോട് ആ ശബ്ദത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയണം. അന്നത്തെ നോമ്പ് പൂർത്തിയാക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, ശരീരത്തെ പീഡിപ്പിക്കാൻ, ശരീരത്തെ പ്രയാസപ്പെടുത്താൻ, ശരീരത്തെ തളർത്തിക്കളയുന്ന ഒന്നും ഇസ്ലാം യഥാർത്ഥത്തിൽ അവരെ മതമായി പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും സഹോദരങ്ങൾ, ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ ഇത് കുറച്ച് പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. അവിടെയാണ് നമ്മൾ നമ്മെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ ലളിതമായി റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ പോലും വല്ലാത്ത ഭാരമായി നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് വിശ്വാസത്തിന് അനുപൂരകങ്ങളായ സൽക്കർമ്മങ്ങളും ഉള്ളത് എന്ന് നമ്മൾ അറിയണം. അവിടെയാണ് നമ്മുടെ പേര് മാറിപ്പോകുന്നതും, അവിടെയാണ് നമ്മുടെ സ്ഥാനം മാറിപ്പോകുന്നതും, അവിടെയാണ് നമ്മുടെ പ്രതിഫലം മാറിപ്പോകുന്നതും. മുസ്ലിമിൽ നിന്ന് മുഅ്മിനിലേക്കുള്ള യാത്ര മാറി മുസ്ലിമായി മുനാഫിഖായി നരകത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവുക. എത്ര വലിയ അപകടമാണത്! ഭാരം മൗലവിമാരുടെ പ്രസംഗത്തിൽ മുഴുവൻ വല്ലാത്ത കച്ചറയാണ്. എല്ലാം ഒന്നിനുമേൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ പാടെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ഇതെങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കുക? 5 നേരത്തെ നിസ്കരിച്ച ശരിയാവുന്നത്? സുബൈക്ക് എങ്ങനെ എഴുന്നേൽക്കുക? റമളാൻ മാസം വന്ന ക്ഷീണായി. തന്റെ സമ്പത്തിന് 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള, മാസത്തിലും വർഷത്തിലും കോടികൾ വരെ കൈകാര്യം ചെയ്യുന്ന ആളുകളോട്
ഏറ്റു നടക്കുന്ന ഭാരം. അള്ളാഹ് പറഞ്ഞു, ഇല്ല കേട്ടോ, ദീന് നിങ്ങൾ ഉൾക്കൊണ്ടാൽ അത് ഏറ്റവും എളുപ്പമാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ ഒരു കാര്യം ഭാരമായി അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ യാത്രയിലായ അയാൾക്ക് ജംഉം ഖസ്റും മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ദീർഘയാത്രയിലാണ്, പരിശുദ്ധ റമദാനിലാണ്, എങ്കിൽ പോലും അയാൾക്ക് പിന്നീട് ആ നോമ്പ് നോറ്റുവെട്ടിയാൽ മതി. നാട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു രാവും ഒരു പകലും, യാത്രക്കാരനാണെങ്കിൽ 3 രാത്രികളും അവയുടെ പകലും കുഫയുടെ സോക്സിന്റെ മുകളിൽ തടവിയാൽ മതി. അത്രമാത്രം ലളിതമാണ്. ഒരു സോക്സ് വല്ല പണിയുണ്ടോ? ഒരു ഷൂര വല്ല പണിയുണ്ടോ? മുട്ടുവരെയുള്ള കുഫൂര പണിയുണ്ടോ? എന്നിട്ട് പോലും റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് നൽകിയ ആനുകൂല്യമാണ്. തടവിയാൽ മതി. വെള്ളം ഉപയോഗിക്കാൻ ഒരാൾക്ക് പ്രയാസം നേരിട്ടു, അല്ലെങ്കിൽ രോഗം കൊണ്ട് അയാൾക്ക് ഭയമുണ്ടായി, അയാളെ കൊണ്ട് ഇസ്ലാം 5 നേരത്തെ ഫർള് നിസ്കാരത്തിന് ഓതു കൊടുക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായി തയമ്മു ചെയ്താൽ മതി. നീ ഓതു കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മതി. ഇതിലും ലളിതമായി ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇനി ഒരാൾക്ക് രോഗമുണ്ടായി, ശക്തമായ കാറ്റുമഴ ഉണ്ടായി, 2 നമസ്കാരങ്ങൾ ചേർന്ന് നിസ്കരിച്ചോളിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല. എന്നാൽ വിവാഹം ആലോചിക്കുന്നവന് അന്യ സ്ത്രീയെ നോക്കാമെന്നത് ഇസ്ലാം നൽകിയ ഏറ്റവും ലാളിത്യത്തിന്റെ ഉദാഹരണമാണ് സഹോദരങ്ങളെ. ഒരാൾക്ക് ജീവൻ അപായപ്പെടും, അയാൾ മരിച്ചു പോകും. ആ ഘട്ടത്തിൽ അയാൾക്ക് അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ അള്ളാഹു ഹറാമാക്കിയ ഭക്ഷണ പാനീയങ്ങളെ ഉള്ളൂ എങ്കിൽ അത് അവന് അനുവദനീയമാണ്. അത് ഉപയോഗിക്കലാണ് അവിടെ ഫർളായിട്ടുള്ള കാര്യം. അത്രമാത്രം സ്വശരീരത്തെ സംരക്ഷിക്കാൻ, ജീവനെ സുരക്ഷിതമാക്കാൻ അള്ളാഹു ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റൂല, അയാൾക്ക് പ്രയാസമാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഇരുന്നോ, ഇരിക്കാനും കഴിയില്ല, കിടന്ന് നമസ്കരിച്ചാൽ മതി. കിടന്നാൽ നിനക്ക് നിന്റെ അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടോ, സ്വബുദ്ധിയുണ്ടോ, കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നീ മനസ്സുകൊണ്ട് നിനക്ക് കഴിയുന്ന വിധത്തിൽ നമസ്കരിച്ചാൽ മതി. നീ എങ്ങനെയാണോ ശരിയായി നമസ്കരിച്ചത് അതേ രൂപത്തിലുള്ള പ്രതിഫലം നിനക്ക് നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ നമ്മളോടൊപ്പം. എന്നിട്ട് അത് പാരാക്കി 4 ദിവസം ആശുപത്രി കിടന്നാൽ ഒരു നിസ്കാരമില്ല, ആ രോഗിക്കുമില്ല, കുടുംബത്തിൽ കൂട്ടത്തിലുമില്ല. വളരെ ലഘുവായി നമസ്കരിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിൽ ഒരു യാത്ര പോയാൽ ഖളാഅന്റെ കുപ്പായിട്ടിട്ട് ഒരു 5-8 നിസ്കാരം ഇശാന് ശേഷം ആ 12ന്റെ അടിയിൽ അടിച്ചു വിടലാണ്. എന്തേ? നിസ്കാരത്തിന്റെ ഭാര അള്ളാന്റെ അടുത്ത് വരുത്തിയതൊന്നും തീരില്ല കേട്ടോ. അല്ലാത്ത കാര്യമാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, സ്ത്രീകൾക്ക് ശാരീരിക പ്രയാസം ഉണ്ടാവും, അവർക്ക് ആർത്തവത്തിന്റെ പ്രസവത്തിന്റെ സമയത്ത് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അവർക്ക് ഇബാദത്തുകളിൽ നിന്നും അവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. സക്കാത്ത് അത് ധനികർക്ക് മാത്രം കൊടുത്താൽ മതി, ദരിദ്രർക്ക് അത് കൊടുത്തിട്ടില്ല. മാത്രല്ല ധനികർക്ക് തന്നെ നിസാബത്ത് കാലം തികഞ്ഞാൽ അപ്പൊ കൊടുത്താൽ മതി. മുഴുവൻ കൊടുക്കണോ, പകുതി കൊടുക്കണോ, മുക്കാലും കൊടുക്കണോ? വേണ്ടടോ. അല്ലാഹ് പറഞ്ഞു 2.5%. അത് അല്ലാഹുവിൻ്റെതല്ല, അത് നീ നിന്റെ കൂടെ പരീക്ഷിക്കപ്പെടുന്ന സാധുവിന് നിന്റെ സ്വത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള അവകാശമാണ്. അത് തടുത്തു വെച്ചിട്ട് നീ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ട്, രോഗിയാണ്, വീടില്ലാത്തവരാണ്, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ പരീക്ഷണമുണ്ട്. നിനക്കാണെങ്കിൽ സമ്പത്ത് നൽകിയിട്ടുണ്ട്, നിന്റെ സമ്പത്തിൽ 2.5% സക്കാത്ത്. അത് കണക്ക് കൂട്ടി വേർപ്പെടുത്തി കൊടുക്ക്. അതാണ് പരീക്ഷണം, അത് ഭാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അല്ലാഹു എണ്ണി പറഞ്ഞത് മാത്രമേ ഹറാമുള്ളൂ, ബാക്കിയൊക്കെ ഹലാലാണ്. ഇസ്ലാം അത്ര ലളിതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിത്തറകളിൽ ഊന്നി നിന്ന് ഓരോ കാലഘട്ടത്തിലും നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള ഇജ്തിഹാദിന്റെ വാതിലും നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ദീനിയായ കുറെ പ്രശ്നങ്ങൾ നാട്ടിൽ വരും, അതിനൊക്കെ പരിഹാരം കാണാൻ ഖുർആനും സുന്നത്തും ബേസായി വെച്ച് നിങ്ങൾക്കൊരു പ്രശ്നം വന്നോ, അതിന് പണ്ഡിതന്മാർക്ക് ഇജ്തിഹാദിയായ വാതിലും തുറന്നു അത് വെച്ച് നോക്കി ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധി പറയാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അല്ലെ, കോവിഡ് കാലം വന്നപ്പോ നമ്മൾ പള്ളികളൊക്കെ അടച്ചില്ലേ? അല്ലെ, വീടുകളിലെല്ലാം നിസ്കരിച്ചത് നമ്മളൊക്കെ വീട്ടിലുണ്ടായിരുന്നില്ലേ?
പള്ളിയിൽ പോകണം ഇല്ല. അവിടെ നമുക്കൊരു പരിഹാരം ഉണ്ടായിരുന്നു. ഇനിയോ സഹോദരങ്ങളെ, എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും ഒരു പശ്ചാത്തപിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊടുത്ത് തൗബയുടെ മാർഗവും അല്ലാഹു തുറന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ സാധ്യമാകും വിധം അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കാൻ. ഒരു ഭാരമായ മതത്തെ കാണുന്നവൻ മുനാഫിഖാണ്. നിങ്ങൾക്ക് കഴിയും വിധം റഹ്മാനായ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. നിങ്ങൾ നന്നായി കേൾക്കുക, അല്ലാഹുവിന്റെ ദീനിനെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നതിന് ശേഷം അതിലെ കൽപ്പനകൾ ജീവിതത്തിൽ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുക, അനുസരിക്കുക. നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഗുണപരമായ നിലയിൽ നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അതെന്തേ പറഞ്ഞേ? നിങ്ങൾക്ക് തന്നെ ഗുണപരമായ രീതിയിൽ. നാളെ പരലോകത്ത് സക്കാത്ത് കൊടുത്തവന് കൂലി, സദഖ കൊടുത്തവന് കൂലി, വീടുണ്ടാക്കി കൊടുത്തവന് കൂലി, വിധവയെ സഹായിച്ചവന് കൂലി. എല്ലാം റഹ്മാനായ റബ്ബ് പറഞ്ഞു, നിങ്ങൾക്ക് നൽകിയ സമ്പത്തിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും വിധം നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. ആർ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നുവോ അവർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ. മനസ്സിന്റെ പിശുക്ക് എന്താണെന്നറിയോ? ഹേയ്, ഇപ്പൊ 5:20 എണീച്ചാൽ എന്റെ ഉറക്കം പോകും, അതൊരു പിശുക്കാ. മറിച്ച് 4:30 എഴുന്നേറ്റ് പഠിച്ചോനെ എനിക്ക് ആരോഗ്യം തന്നല്ലോ നീ, എനിക്കിപ്പോ ഒരു ഉണർച്ചയിൽ സന്തോഷം തന്നല്ലോ, എന്റെ ശരീരത്തിലെ ക്ഷീണമൊക്കെ മാറിയല്ലോ, എനിക്ക് ആഫിയത്തുണ്ടല്ലോ, ഞാൻ ചെരിഞ്ഞു പോയിട്ടില്ലല്ലോ, എനിക്ക് സ്ട്രോക്ക് വന്നിട്ടില്ലല്ലോ, എന്റെ ഭാര്യ കിടക്കുന്നു, എന്റെ ഭർത്താവ് കിടക്കുന്നു, എന്റെ മക്കളുണ്ട്, എന്റെ വീടുണ്ട്, അൽഹംദുലില്ലാഹ് കൈകെട്ടി സന്തോഷത്തോടു കൂടി തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ആ പള്ളിയിലേക്ക് ടോർച്ചോ സ്കൂട്ടറോ എടുത്തു പോയി അവിടെ നമസ്കരിച്ച് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് മഹേഷത്തിലേക്ക് പോകാൻ എന്ത് സുന്ദരമാണ് ഇസ്ലാം. എവിടെയാണോ നമ്മൾ ഭാരം കാണുന്നത് അവിടെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഇവിടെ അല്പകാലത്തെ ജീവിതമല്ല, ഇവിടുന്ന് പോയതിനു ശേഷമുള്ള ജീവിതമാണ്. ഈ അല്പകാല ജീവിതം കൊണ്ട് മരണശേഷമുള്ള ജീവിതത്തെ എനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭാരം എന്ന് പറയുന്നത് നരകത്തിന്റെ ഭാരമാണ്, താങ്ങാൻ കഴിയാത്ത ഭാരം. അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചിലർ ആദ്യം ദീൻ ബുദ്ധിമുട്ടാണെന്ന് പറയും, അത് എളുപ്പമാണെന്ന് തെളിയിച്ചു കൊടുത്താൽ അടുത്ത ന്യായം പറയുന്നത് കേൾക്കാൻ പറ്റും. ആ ന്യായം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാറുണ്ട്, നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ ന്യായങ്ങളിൽ ചിലത് ദീൻ നിങ്ങൾ പറയുന്നത് പോലെ എളുപ്പമാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്തു പോവുകയാണ്. സമയത്ത് തന്നെ നിസ്കരിക്കണം, ഒരു ഒഴിവ് പോലെ ചെയ്താൽ പോലെ. ചിലപ്പോ ചോദിക്കും, റമദാനിൽ തന്നെ നോമ്പ് വേണോ? നല്ല ചൂടുള്ള കാലാണെങ്കിൽ തണുപ്പുള്ള കാലത്ത് ചെയ്താൽ പോലെ, എന്തിനങ്ങനെ ഒരു കുടുസാക്കണം? ഇനി ലൈംഗിക ബന്ധത്തിന് വിവാഹം എന്ന നിയമം തന്നെ വേണം. പിന്നെ ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ മുസ്ലിമീങ്ങൾ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഇത് ദുർന്യായമാണ്. എന്താ മറുപടി എന്നല്ല സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആയവനെ ഇത് ബാധകമുള്ളൂ. ഇസ്ലാം എന്റെ മതമാണ് എന്ന് വിശ്വസിക്കുന്ന, ഈ ലോകത്തിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കാനും പാടില്ല, ഇങ്ങനെ ഭാരമാണെന്നും പറയാൻ പാടില്ല. കാരണം അവൻ പരലോകത്തിൽ വിശ്വസിക്കുന്നു. മറിച്ച് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ കീഴൊതുങ്ങുമ്പോഴാണ് നമ്മൾ മുസ്ലിമാകുന്നത്. മറിച്ചുള്ള ചിന്ത നമുക്ക് അല്ലാഹു കീഴൊതുങ്ങണം എന്ന് വാദിക്കുന്നത് പോലെയുള്ള നമുക്കനുസരിച്ച് അല്ല മാറണം. മറിച്ച് അല്ലാഹു
എന്ന് ചിന്തിക്കുന്നതിന് പകരം അള്ള എനിക്കനുസരിച്ച് മതമുണ്ടാക്കണം എന്ന അഹങ്കാരം, ആ അഹങ്കാരം ഉണ്ടെങ്കിൽ എവിടെ എത്തൂല, ഇഹത്തിലെത്തൂല, പരത്തിലെത്തൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. മനസ്സിനെ അല്ലാഹുവിന് നിഷ്കളങ്കമാക്കി റഹ്മാനായ റബ്ബിനെ കീഴ്പ്പെട്ട് അവനെ ഇബാദത്ത് എടുക്കുവാൻ വേണ്ടി മാത്രമാണ് നാം കൽപ്പിച്ചിട്ടുള്ളത്. ഒന്നിനെയും പങ്കു ചേർക്കാതെ. അല്ലാഹ് നാഥാ, നീ ഇല്ലെങ്കിൽ എന്റെ കണ്ണിന്റെ ഒരു ഹിമവട്ടിൽ പോലും എന്നെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റൂല കേട്ടോ, അത്രമാത്രം ദുർബലനാണ് ഞാൻ. ആ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വയുഖീമുസ്സലാ, അവർ കൃത്യമായി നമസ്കാരം നിർവഹിക്കട്ടെ. വയുഅത്തുസ്സകാ, അവൻ സകാത്ത് കൊടുക്കുകയും ചെയ്യട്ടെ. വദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും സുന്ദരമായ ഋജുവായ മതം എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തില് ജമ്മും കസ്റും ഒക്കെ പഠിപ്പിച്ച, ഇളവുകളൊക്കെ പഠിപ്പിച്ച, മഴ പെയ്യുമ്പോൾ വീട്ടിൽ നിസ്കരിക്കാൻ വരെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി പറഞ്ഞു, ഇന്നസ്സലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിശ്ചയിക്കപ്പെട്ട, നേരം നിർണയിക്കപ്പെട്ട കൃത്യമായ ഒരു ഇബാദത്താണ് മുഅ്മിനീങ്ങൾക്ക് നമസ്കാരം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിം ആണെങ്കിൽ കീഴൊതുങ്ങൽ തന്നെ വേണം. നോക്കൂ നിങ്ങൾ, ഇളവുകൾ വിശദീകരിച്ച ഖുർആൻ തന്നെയാണ് കർശനമായ താക്കീതുകളും നൽകിയിട്ടുള്ളത്. ആ താക്കീതുകൾ പാലിക്കുമ്പോഴാണ് തന്റെ മനസ്സിന്റെ ഭാരം ഇറക്കപ്പെടുന്നത്. എളുപ്പമുള്ളതിനെ കുറിച്ച് സംസാരിച്ച അതേ നാവ് കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അതിരുകളും അരുതായ്മകളെ കുറിച്ചും ഗൗരവത്തിൽ ഉണർത്തുകയും ചെയ്തിട്ടുള്ളത്. കച്ചവടം ചെയ്യാൻ പറഞ്ഞ അതേ റസൂല് പലിശ അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുവദനീയത്തെ സ്വീകരിക്കുകയും ഹറാമിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് മനസ്സമാധാനത്തിന്റെ മാർഗമാണ്. യഥാർത്ഥത്തിൽ ഒരു സന്തുലിതമായ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വസത്തിയത്തായ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എളുപ്പത്തിന്റെ പേരും പറഞ്ഞ് മതത്തിന്റെ അടിത്തറകളിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. മതത്തെ തന്നെ നശിപ്പിക്കരുത്. മത നിയമങ്ങളെ അനാവശ്യമായ കാർക്കശ്യത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചിഴച്ച് സ്വയം ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം കാഠിന്യമുള്ളതും നമ്മളാക്കാൻ പാടില്ല. സ്വശരീരത്തെ പീഡിപ്പിക്കുന്ന സൂഫിസത്തിന്റെയും ത്വരീഖത്തിന്റെയും മാർഗത്തിലൂടെ പോകാൻ പാടില്ല. അത് നരകത്തിലേക്ക് കണ്ടെത്തും. എന്നാൽ അങ്ങേയറ്റപ്പെട്ട് ഒന്നല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് അള്ളാഹ്ക്കപ്പുറമുള്ള കുറെ പിന്നെ ആരാധനമാരെ സ്വീകരിക്കുന്നിടത്തേക്ക് പോയി അതും നരകത്തിലേക്ക് എത്തിക്കാം. അതാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സുന്ദരമായ വസതിയത്തായ മാർഗം സ്വീകരിച്ച് കൃത്യമായി നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് ഹറാമുകളിൽ നിന്ന് മുക്തമായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനാണ് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം ലളിതമായ മതത്തെ ഭാരമായി കാണുന്നുവെങ്കിൽ വിശ്വാസികളെ, ജീവിതത്തിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു, നാം തകർന്നിരിക്കുന്നു, നമ്മുടെ വഴി നരകത്തിലേക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ദുനിയാവിന്റെ നൈമിഷികമായ ചില സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു ചില സൗകര്യങ്ങൾക്ക് വേണ്ടി മതത്തെ അരികാറ്റി പോയാൽ നാളെ പരലോകത്ത് വിചാരണ പോലും ചിലപ്പോൾ എടുക്കാതെ നരകത്തിന്റെ വഴിയിലേക്ക് പോകേണ്ടി വരും. അത്രമാത്രം പാപികളായിട്ടായിരിക്കും നമ്മൾ പോവുക. അതുകൊണ്ട് കർമ്മരേഖ മുന്നിലേക്ക് വെക്കപ്പെടുമ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ച് അല്ലാഹു നമ്മോട് സംസാരിച്ച് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, ആഗ്രഹിക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മതത്തെ ആരൊക്കെ മോശമായി ചിത്രീകരിച്ചാലും മതത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുസുന്നത്ത് ഇത് കൃത്യമായി ഉൾക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിന്റെ മാർഗമായി വെളിച്ചമായി സ്വീകരിക്കാൻ
അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.